मैं अल्लाह के नाम से इस जलसे आम का इफ्तिताह करता हूँ और अल्लाह से दुआ करता हूँ कि जिस मकसद के लिए ये इज्तिमा हो रहा है वो पूरा हो और हम सब यहाँ से कोई पैगाम लेकर जाएं। मेरे दोस्तों और साथियों और मोहतरम ख़वातीन, इस दुनिया में जो इंसान भी पैदा होता है वो कुछ राइट्स लेके पैदा होता है। इसी को फंडामेंटल राइट्स कहा जाता है। ഞാൻ ആദ്യമായി അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാ മനുഷ്യരും ചില അടിസ്ഥാന അവകാശങ്ങളുമായാണ് ജനിച്ചു വീഴുന്നത്. നാം അതിനെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നു. രോഗം വന്നാൽ ചികിത്സ ലഭ്യമാകണം, ധരിക്കുവാൻ വസ്ത്രം ലഭ്യമാകണം, വിശക്കുന്നവന് ഭക്ഷണം ലഭ്യമാകണം. ഇതൊക്കെയും നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളാണ്. ഇത് ലോകത്താർക്കും തർക്കമില്ലാത്ത വിഷയവുമാണ്. ഇതേ അവകാശങ്ങളിൽ തന്നെ പെട്ടതാണ് മനുഷ്യന് അറിയുവാനുള്ള അവകാശം അഥവാ എഡ്യൂക്കേഷൻ റൈറ്റ്, വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത്. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ജനിച്ചത്, ഞാൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ളതെന്താണ്, ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി ഏതാണ് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയുക എന്നതാണ് വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് എല്ലാ മനുഷ്യൻ്റെയും അവകാശമാണ്. നമ്മുടെ രാജ്യവും ഇത് പൗരന്റെ മൗലിക അവകാശങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവട വസ്തുവാണ്. പണം കൊടുത്ത് നേടാൻ കഴിയുന്ന, അങ്ങനെ ആർജിക്കുവാൻ കഴിയുന്ന ചില വിവരശേഖരണങ്ങളുടെ പേരാണ് ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ നാട്ടിലെ ദുർബല പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പത്രം വായിക്കുവാൻ അറിയുന്ന ആ അറിവിനെയാണ് അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതേസമയം അധികാര പങ്കാളിത്ത സ്വഭാവമുള്ള ആ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ 60 ആണ്ട് പിന്നിട്ട ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദുർബല ജനവിഭാഗങ്ങൾ ഇന്നും ബഹുദൂരം പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2 കമ്മീഷൻ റിപ്പോർട്ടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഒന്ന് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടും രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ടുമായിരുന്നു. രാജ്യത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പരാമർശിക്കുന്നതായിരുന്നു ഈ 2 റിപ്പോർട്ടുകളും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പട്ടികജാതി ജനവിഭാഗത്തെക്കാൾ പിന്നോക്കമാണ് എന്നാണ് സച്ചാർ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ യാഥാർത്ഥ്യം പുറത്തുവിട്ടത് എങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ മുഖ്യധാര പറയുമായിരുന്നു, ഇത് നിങ്ങളുടെ അവസ്ഥയെ പർവ്വതീകരിച്ച് പറയുകയാണെന്ന്. പക്ഷേ സച്ചാർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജനസംഖ്യയെ മുമ്പിൽ വെച്ചുകൊണ്ടും മറ്റ് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടും സത്യസന്ധമായി ആ കമ്മിറ്റി കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഈ പിന്നോക്കാവസ്ഥ എന്ന്